അടുത്ത ടൂളാണ് ലാസോ ടൂൾ. ലാസോ ടൂളിലും ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ട്. റൈറ്റ് ക്ലിക്ക് കൊടുക്കാം. ഇവിടെ ലാസോ ടൂൾ, പോളിഗണൽ ലാസോ ടൂൾ, മാഗ്നറ്റിക് ലാസോ ടൂൾ, ഇങ്ങനെ 3 ടൈപ്പ് ലാസോ ടൂൾസ് ആണുള്ളത്. ലാസോ ടൂൾ സെലക്ട് ചെയ്യാം. ലാസോ ടൂളിൽ ഏത് സെക്ഷനാണോ വേണ്ടത് ആ സെക്ഷനിൽ നമുക്ക് ഇപ്പോൾ ലെഫ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് പെൻസിൽ വെച്ച് ഡ്രോ ചെയ്യുന്നത് പോലെ മൂവ് ചെയ്യിക്കാം. ലെഫ്റ്റ് മൗസ് പ്രസ് ചെയ്തുകൊണ്ട് വേണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇത്രയും സെലക്ട് ചെയ്തു. ആ തുടങ്ങിയെടുത്ത് തന്നെ വന്ന് അവസാനിക്കുമ്പോഴാണ് അത് സെലക്ഷൻ ആവുന്നത്. അപ്പോൾ ഇത് ഇത്രയും ഭാഗം സെലക്ട് ആയിട്ടുണ്ട്. ദെൻ മൂവ് ടൂൾ കൊടുക്കാം. അപ്പോൾ ഇത്രയും ഭാഗം നമുക്കിങ്ങനെ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ലാസോ ടൂളാണ്. കൺട്രോൾ ഇസഡ്, കൺട്രോൾ ഡി. ഇനി അടുത്തതായിട്ട് പോളിഗണൽ ലാസോ ടൂളാണ്. പോളിഗണൽ ലാസോ ടൂൾ സെലക്ട് ചെയ്യാം. ഈ പോളിഗണൽ ലാസോ ടൂളിൽ നമ്മൾ ലാസോ ടൂൾ ചെയ്ത പോലെ അത്ര ഈസി അല്ല. നമുക്ക് വേണ്ടുന്ന പോർഷൻസ് എവിടെയാണോ നമുക്ക് ചേഞ്ച് ആക്കേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്യണം. അത് പ്രസ് ചെയ്തുകൊണ്ടിരിക്കണമെന്നില്ല. ക്ലിക്ക് ചെയ്യുക, ദെൻ ഡ്രാഗ് ചെയ്യുക. ദെൻ ഇവിടെ വന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് പോകണം. അതിന് വേണ്ടിയിട്ട് വീണ്ടും ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യണം. ദെൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഓരോന്നും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യേണ്ട ഭാഗം വരുന്നിടത്തെല്ലാം ക്ലിക്ക് ചെയ്ത് മാത്രമേ നമുക്ക് ഈ ലാസോ ടൂളിൽ സെലക്ഷൻ നടത്താൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും സെലക്ട് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് മൂവ് ടൂൾ ഉപയോഗിച്ചിട്ട് മാറ്റാം. അപ്പോൾ ഇതാണ് പോളിഗൺ ലാസോ ടൂൾ. കൺട്രോൾ ഇസഡ്, കൺട്രോൾ ഡി. ലാസോ ടൂൾ ഉപയോഗിച്ച് നമുക്കൊരു സെക്ഷൻ ഇപ്പോൾ പൂർത്തിയാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ വരുവാണെങ്കിലും നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിക്കൊള്ളും. വീണ്ടും മാഗ്നറ്റിക് ലാസോ ടൂൾ. ഈ മാഗ്നറ്റിക് ലാസോ ടൂളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ അത് സെലക്റ്റഡ് പോർഷനൊക്കെ നമുക്കിങ്ങനെ കിട്ടുന്നതാണ്. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മാത്രം മതി. അത് പ്രസ് ചെയ്യണമെന്നില്ല. ലാസോ ടൂളിൽ നമുക്ക് പ്രസ് ചെയ്യണമായിരുന്നു. സെലക്ട് ആയിട്ടുണ്ട്. ദെൻ അത് മൂവ് ചെയ്യിക്കാം. ഇങ്ങനെയാണത് സെലക്ട് ആയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യിക്കാം. കൺട്രോൾ ഇസഡ്, കൺട്രോൾ